ഇനി എങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എങ്ങനെ കിടത്തണം? മൗത്തെത്തിയാൽ വല ഭാഗമിൽ കിടത്തേണ്ടതാ, മുഖമെപ്പോഴും കിബിലയ്ക്കു തന്നിരിക്കേണ്ടതാ, അതിബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്, മലർത്തി കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത്. കിബിലയിലേക്ക് ആ മയ്യത്തിന്റെ മുഖത്ത് തിരിച്ചു വെക്കണം. ഇനി അതിന് കഴിയുന്നില്ല എന്നാൽ നമ്മൾ ആ മയ്യത്തിനെ നമ്മൾ മലർത്തിക്കിടത്തണം. കിബിലയ്ക്കു തന്നീരു പാദവും നീട്ടേണ്ടതാ, മൃദുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. കിബിലയുടെ ഭാഗത്തേക്ക് മയ്യത്തിന്റെ കാല് വെക്കുക, മുഖം കിബിലയിലേക്ക് തിരിക്കുക. ഋതുവായ സ്ത്രീകൾ, ഋതുവായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റാത്ത സമയം, അങ്ങനെ ഉള്ള സഹോദരിമാർ ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കലാണ് വേണ്ടുന്നത്. ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കണം. അവരവിടെ നിൽക്കൽ തന്നെ മക്റൂഹുള്ളതാ, കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ. ഋതുവായ സഹോദരിമാർ നിസ്കാരിക്കാൻ അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത, നിസ്കരിക്കാൻ അവിടെ നിന്ന് കഴിയാത്ത എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്ത സഹോദരിമാരാണെങ്കിൽ അവിടെ നിക്കൽ, മയ്യത്തിന്റെ ചാര നിക്കൽ കറാഹത്താണെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിക്കലാണ് നല്ലത്. അത് മാത്രമല്ല, കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ, അതുപോലെ നായുണ്ടെങ്കിലും ആട്ടേണ്ടതാ. സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ, അംലാക്കുകൾ കടക്കുന്നതിനതു നല്ലതാ. വീടിന്റെ അകത്തട്ടിൽ കളിയായുധങ്ങള്, അതുപോലെ മുത്താപ്പയുടെ ഫോട്ടോയാണ്, പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കാതെ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ അരികത്ത് അങ്ങനെ ഉള്ള കളിപ്പാട്ടങ്ങളോ കളിയായുധങ്ങളോ അതുപോലെ തന്നെ ഫോട്ടോകളോ വെക്കാൻ പാടില്ല. അതെല്ലാം മാറ്റണമെന്ന് മാത്രമല്ല, നായ വീടിന്റെ പരിസരത്തുണ്ട് എങ്കിൽ ആ നായ കൂടി നമ്മൾ ആട്ടി ഓടിക്കണമെന്ന് പറയുമ്പോ സൗരഭ്യമുള്ളവ കുശലം വേണ്ടുന്നതാ, അംലാക്കുകൾ കടക്കുന്നതിനതു നല്ലതാ. നമ്മളവിടെ ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്ത് ആ മയ്യത്തിനെ പൊതിഞ്ഞിട്ടിരിക്കുന്ന തുണിയിൽ നല്ല സുഗന്ധം പൂശലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആട്ടി ഓടിക്കലും കളിയായുധങ്ങൾ അതുപോലെ ബൊമ്മ കണക്കുള്ള അതിനെയൊക്കെ മാറ്റൽ ഏറ്റവും നല്ലതാണ്. അതെന്തിനാണ്? അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരാൻ അതൊരു കാരണമാണ്. അതുകൊണ്ട് അതിനെയെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് കടന്നു പോകലാണ്. തത്സമയം അല്പം വെള്ളവും കൊടുക്കേണ്ടതാ, സക്രാത്ത് സമയം ദാഹത്തിനതകുന്നതാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കിബിലയ്ക്ക് നേരെ മുഖം തിരിച്ച് അങ്ങനെ കിടത്തണമെന്ന് മാത്രമല്ല, ഫോട്ടോകളെ മാറ്റണം, കളിയായുധങ്ങളെ മാറ്റണം. അതും മാത്രമല്ല, അവനിക്ക് അല്പം വെള്ളം കൂടെ കൊടുക്കണേ. സക്രാത്തിന്റെ വേദനയ്ക്കത് പരിഹാരമാണ്. മരിക്കാൻ കിടക്കണ മനുഷ്യനെ അവന് വെള്ളം കൊടുക്കണം. കളിയായുധങ്ങൾ കളിപ്പാട്ടങ്ങൾ അതുപോലെ ഉള്ള എല്ലാം നമ്മൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ എവിടെയാണോ കിടത്തിയത് ആ കിടത്തിയിട്ടുള്ള സ്ഥലത്തിൽ നമ്മൾ മാറ്റണം. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ നമുക്ക് ആ മയ്യത്തിന്റെ അടുക്കൽ അള്ളാഹിന്റെ മലക്ക് വരാൻ അതൊരു കാരണമാവുകയുള്ളൂ. അത് മാത്രവുമല്ല, തുണി കൊണ്ട് വെള്ള തൊട്ടു നീ നനയ്ക്കേണ്ടതാ, ഇരു ചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ.
പടച്ചവനെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചുണ്ടിലേക്ക് അവിടുന്ന് തുണി കൊണ്ടുവന്നിട്ട് ആ തുണിയിൽ വെള്ളം പിടിച്ചിട്ട് അവന്റെ ചുണ്ട് മരിക്കാൻ കിടക്കുന്ന ആരാകട്ടെ അവരുടെ ചുണ്ട് വണങ്ങാതിരിക്കാൻ എപ്പോഴും വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കലാണ്. ഇരു ചുണ്ടുകൾ തുണി കൊണ്ട് വെള്ളം തൊട്ടു നീ നനയ്ക്കേണ്ടതാ, ഇരു ചുണ്ടുകൾ ഉണങ്ങാതെ നീ സൂക്ഷിക്കേണ്ടതാ. തേനുള്ളിലുള്ളത് മരണസമയം നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന്മാർ ഒന്നും ചിന്തിക്കില്ല. മരിച്ചാൽ എങ്ങനെ കിടത്തണമെന്നറിയില്ല, എങ്ങനെ കുളിപ്പിക്കണമെന്നറിയില്ല, എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല. പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. എന്തിനാണ് പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക? എനിക്കെന്റെ റബ്ബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ, കൃപ ചെയ്ത തരുമവനെന്ന് തന്നോർക്കേണ്ടതാ. അല്ലാഹുവേ, എപ്പോഴും എന്റെ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരുമെന്നുള്ള ചിന്ത വേണം. എന്റെ റബ്ബ് ഗഫൂറുർ റഹീമാണ്. രോഗിയായി കിടക്കുന്നവനെ, രോഗിയായി കിടക്കുന്ന സഹോദരിമാരെ, എനിക്കെന്റെ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരുമല്ലോ, അല്ലാഹു എനിക്ക് മാപ്പ് തരുമല്ലോ. ഈ ഒരു ചിന്തയിലൂടെ കടന്നുപോയാൽ നമ്മളൊക്കെ വിജയിക്കുന്നതാണ്. അത് മാത്രമല്ല, ഒളവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. രോഗമാണ്, സങ്കടമാണ്, നമുക്കറിയാം. ഉറക്കത്തിൽ നിന്ന് എപ്പോഴാണ് അല്ലെങ്കിൽ ഏതൊരു സമയത്താണ് നമ്മൾ മരിക്കാന്നറിയില്ല. ആ മരിക്കുന്ന സമയം നമ്മൾ കിടക്കുമ്പോ വുളുവെടുത്തുകൊണ്ട് കിടക്കണം. അങ്ങനെ കിടന്നാൽ, അങ്ങനെ മരിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ക്യാപ്റ്റൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും വരാൻ അത് കാരണമാണ്. വെറുതെ നമ്മൾ മോൻ കഴുകുന്നുണ്ട്, നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മുഖം കഴുകുന്നതിനോടൊപ്പം നമ്മളൊന്ന് വുളുവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷമൊന്നുമില്ല. വുളുവെടുക്കണം കിടക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുമാത്രമല്ല, സൂറത്ത് യാസീൻ തൽക്ഷണം ഓതേണ്ടതാ. ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ. റഅദെന്ന സൂറത്തോതലും വേണ്ടുന്നതാ. മൗത്തിന്റെ വേദന കുറയുവാനുതകുന്നതാ. പടച്ചറബേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികത്തിരുന്നിട്ട് സൂറത്ത് യാസീൻ അവിടുന്ന് ഓതല്, അതവന്റെ ദാഹങ്ങളെ ശമിപ്പിക്കാൻ സൂറത്ത് യാസീൻ ഏറ്റവും മെച്ചമാണ്. റഅദെന്ന സൂറത്തോതലും വേണ്ടുന്നതാ. മൗത്തിന്റെ വേദന കുറയുവാനുതകുന്നതാ. ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ, പാപ്പ മരിക്കാൻ കിടക്കുമ്പോ, സഹോദരങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, അല്ലാഹുവേ, സൂറത്ത് റഅദ് ഓതിയാൽ അത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അത് അവനിക്ക് വല്ലാത്ത മെച്ചമാ. മരണത്തിന്റെ വേദന അവനിക്ക് ലഘുവായി കിട്ടുന്നതാണ്. മരണം കഴിഞ്ഞാൽ മയ്യിത്തിന്റെ സമീപത്തും ഓതാം ഖുർആൻ എന്നാണ് റംലി റിവായത്തും. മരിക്കുന്ന സമയത്ത് മാത്രല്ല, മരിച്ചു കഴിഞ്ഞാലും സൂറത്ത് യാസീൻ നമ്മൾ ഓതണം. അത് ഏറ്റവും നല്ലതാണ്. വിട പറഞ്ഞതിന് ശേഷമായാലും നമ്മൾ ഓതുകയാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ല, അതിനേക്കാൾ ആനന്ദം നമുക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഓതുക. ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാ, അതുകൊണ്ട് ഓതൽ അവിടെ സുന്നത്തുള്ളതാ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്ന സ്ഥലമേതാണോ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കവിടെ നിന്ന് കടന്നു വരുന്നതാണ്. ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത്, അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത്. നഖവും മുറിക്കണം, കക്ഷവും പഠിക്കേണ്ടതാ, ആനത്തു നീക്കണം, മീശയും വെട്ടേണ്ടതാ, മിസ്വാക്ക് ചെയ്ത് കുളിച്ചു തിബ്ബ് പുരട്ടണം, അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളതൊടുക്കണം, ഞെരുക്കത്തിനാൽ മരിക്കാൻ കൊതിക്കരുതെന്ന ദീനിന്റെ ഫിത്തിന ഭയന്നവർക്കത് സുന്നാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് പോയിരിക്കണം, ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികത്ത് പോയിട്ട് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികത്ത് ആണായാലും പെണ്ണായാലും അരികത്ത് പോയിരുന്നുകൊണ്ട് ഷഹാദത്ത് കലിമ അതിങ്ങനെ ചൊല്ലിക്കൊടുക്കണം. അത് അന്ത്യവാചകമായാൽ ജന്നത്ത്. ആ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ മരിക്കുന്ന സമയത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്നാണ്. അത് മാത്രമല്ല, അവിടുന്ന് രോഗിയാണ്, നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ബാപ്പയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കാല് തളർന്നവരോ ശരീരം തളർന്നവരോ വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണോ, എന്നാൽ എന്റെ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്നറിയോ? നഖവും മുറിക്കണം, കക്ഷവും വടിക്കേണ്ടതാ, ആനത്തു നീക്കണം, മീശയും വെട്ടേണ്ടതാ. അവിടുന്ന് രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ നഖം നമ്മൾ മുറിച്ചു കൊടുക്കണം. അവന്റെ ശരീരത്തെവിടൊക്കെയാണോ മലിനമായ രോമങ്ങളുള്ളത് അതെല്ലാം നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. അത് മാത്രമല്ല, മിസ്വാക്ക് ചെയ്ത് കുളിച്ചു തിബ്ബ് പുരട്ടണം, അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ള കൊടുക്കണം. മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന മനുഷ്യനിക്ക് നമ്മൾ പല്ല് തേച്ചു കൊടുക്കണം, അവനിക്ക് നല്ല വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെ ചെയ്താലേ നാളെ നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയാൻ പോകുമ്പോ നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ചാര വന്നിട്ട് നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളും ആ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു വരണം. അവിടെയാ നമ്മൾ വിജയിക്കുന്നത്, അവിടെയാ നമ്മൾ വിജയിക്കുന്നത്. അതിനാഗ്രഹം പരലോക ലക്ഷ്യം കരുതിയ അത് രക്തസാക്ഷിത്വം വഹിക്കും പോലെയാ. ഹൈറായിട്ടുള്ള മരണമുണ്ടല്ലോ, ഏറ്റവും നല്ല മരണത്തിന് ചില അടയാളങ്ങളുണ്ട്. ഹൈറായ മൗത്തിന് ലക്ഷണം ചിലതുണ്ട്, തിരുവചനമായി അവകൾ മശാരിഖിലുണ്ട്. ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളമേതാ? ഒരു മനുഷ്യന്റെ മരണം നല്ല മരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണോ? നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുന്നത്. അല്ലാഹുവേ, നെറ്റിത്തടം വിയർക്കുന്നത്, കണ്ണുകളിൽ കൂടെ കണ്ണുനീര് വലിച്ചിറങ്ങുന്നത്, മൂക്കിന്റെ ദ്വാരം വിശാലമാവുന്നത്, ഇതൊക്കെ നല്ല മരണത്തിന്റെ അലാമത്തുകളാണ്, നല്ല മരണത്തിന്റെ അടയാളങ്ങളാണ്. അറുത്തിട്ട ഒട്ടകം പോലവൻ വലിക്കുന്നതും, കവിൾവായിൽ നിന്നും പതയിറങ്ങി വരുന്നതും, വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും, ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും. അറുത്തിട്ട ഒട്ടകം പോലെ അവിടുന്ന് ശരീരമൊക്കെ ചുവന്ന് വല്ലാത്തൊരവസ്ഥയിലായി. ഏതൊരാള് മരിക്കുന്നു അവന്റെ അവസ്ഥ, അവന്റെ മരണം അത് നല്ലൊരു മരണമല്ല എന്നുള്ളതിന്റെ അലാമത്താണ്. അള്ളാഹു നമുക്ക് നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
മരിച്ചാലുടൻ ഇരുനേത്രവും അടക്കേണ്ടതാ, കുരുടന്റെ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കണ്ണ് തിരുമിയടയ്ക്കണം. അതിന് കണ്ണ് കാണാത്തൊരു കണ്ണുപൊട്ടനാണെങ്കിലും, ഇനി അതല്ല അവന് കണ്ണിന് കാഴ്ചയില്ല, അവൻ അന്ധനാണെങ്കിലും അവിടുന്ന് അവന്റെ കണ്ണ് നമ്മൾ തിരുമിയടയ്ക്കണമെന്നാണ് നബി ചെന്ന അബൂ സൽമത്തിനെ കാണുന്നതായി അവർക്കുള്ള കണ്ണപ്പോൾ തുറന്നിരിക്കുന്നതായി. ഉടനെ പിടിച്ചടച്ചിട്ട് താഹ പറഞ്ഞത്, റൂഹെവിടെയാ പോകുന്നതെന്നാ നോക്കുന്നത്. അടയ്ക്കാൻ ഒരാളില്ലാതെ വന്നാൽ സ്വന്തമായി മൗത്തിന് മുമ്പ് കഴിയുമെങ്കിൽ ബന്ധമായി. വിധങ്ങള് അവിടുന്ന് അള്ളാന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത ഒരാളുടെ മയ്യത്ത് അവിടുന്ന് കിടക്കുമ്പോ കണ്ണ് തിരുമ്മി അടച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ ആത്മാവ് എവിടത്തേക്കാണ് പോകുന്നത് എന്നാണ് നോക്കുന്നതെന്നാണ്. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല സന്തോഷം തരട്ടെ. അടയ്ക്കാൻ ഒരാളില്ലാതെ വന്നാൽ സ്വന്തമായി മൗത്തിന് മുമ്പ് അത് കഴിയുമെങ്കിൽ ബന്ധമായി. വലിയ രോഗാണ്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് അവനിക്ക് തന്നെ അവന്റെ കയ്യും കാലൊക്കെ അനങ്ങും. അവൻ എന്ത് ചെയ്യാം? അവനിക്ക് അവിടെ നിന്ന് നല്ലതുപോലെ തന്നെ അവന്റെ കണ്ണവനിക്ക് തിരുമി അടയ്ക്കാം. അടയ്ക്കാത്ത രീതി ഭംഗിയുള്ള വിരൂപമാ, അത് കാണികൾ പഴിക്കും, അത് വൻ ദോഷമാ. ഒരു നാടായാൽ തലയോട് ചേർത്ത താടിയും കെട്ടേണ്ടതാ കടക്കാതിരിക്കാൻ പ്രാണിയും. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ കണ്ണ് അവിടെ നിന്ന് തിരുമി അടയ്ക്കണം. അവന്റെ വായ ഒരു നാട കൊണ്ട് കെട്ടണം. മരിച്ചു എന്താ കാരണം? വായ തുറന്നിരുന്നാൽ അതിൽ ഈച്ച പോലുള്ളവ വായയുടെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോകും. അതുകൊണ്ട് നാട കൊണ്ട് വായ പിടിച്ചു കെട്ടണം, കണ്ണ് തിരുമി അടക്കണം. അതൊക്കെ ഓരോ മനുഷ്യന്റെയും അടയാളമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ കണ്ണ് തിരുമി അടയ്ക്കാതെ വാ കെട്ടാതെ ഇരിക്കുമ്പോ മറ്റുള്ളവർ വന്നിട്ട് പഴിക്കും, ഇതെന്താ കിടത്തമാണ്, മോശമാണെന്നൊക്കെയല്ലേ പറയേണ്ടുന്നത്. മരിച്ചാലുടൻ എപ്പൊക്കെ മയമാക്കേണ്ടതാ, സൗകര്യമായി കുളിപ്പിക്കുവാനത് നല്ലതാ. അതുകൊണ്ട് കാൽ കയ്യും വിരൽ മടക്കേണ്ടതാ, മടക്കിക്കഴിഞ്ഞ് പിന്നെയും നിവർത്തേണ്ടതാ. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കൈകാലുകൾ, ആ കൈകാലുകൾ നല്ലതുപോലെ മയപ്പെടുത്തണം. എന്തിനെന്നറിയുമോ? അത് കുളിപ്പിക്കുന്നവർക്കുണ്ടല്ലോ, നല്ലതുപോലെ മയമായി നല്ലതുപോലെ കടന്നു വന്നുകൊണ്ട് കുളിപ്പിക്കാനത് കാരണമാണ്. ഒരുപാട് ഇൽമുകൾ നമ്മൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ. കണ്ണ് തിരുമി അടക്കണം, ഇല്ലെങ്കിൽ ആളുകൾ പഴിക്കും. വായ നാട കൊണ്ട് കെട്ടണം. അങ്ങനെയൊക്കെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോഴാണ് മനുഷ്യരാകുന്ന നമുക്ക് അവരോടുള്ള കടപ്പാട് തീർക്കുന്നത്. മരിച്ചാലുടൻ എപ്പൊക്കെ മയമാക്കേണ്ടതാ. എപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ സന്ധികൾ മരിച്ചു കിടന്നാൽ പിന്നെ അങ്ങോട്ട് വടിയായി പോകും. അത് മയമാക്കിയിട്ട് കിടത്തി കഴിഞ്ഞാൽ അത് ഈ മയ്യത്തിനെ കുളിപ്പിക്കാൻ അത് ഏറ്റവും നല്ലതാണ്. മടക്കി അതുകൊണ്ട് കാൽ കൈയും വിരൽ മടക്കേണ്ടതാ, മടക്കി കഴിഞ്ഞ് പിന്നെയും നിവർത്തേണ്ടതാ. ഉടൻ തന്നെ ചെയ്താൽ വളരെയേറെ എളുപ്പമാ, മൗത്തിന്റെ ചൂടാറിക്കഴിഞ്ഞത് സാധ്യമാ.
മരിച്ചാൽ ഉടൻ തന്നെ ആരെയും കാത്തു നിൽക്കരുത്. വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഉടൻ തന്നെ ആ മയ്യത്തിന്റെ കൈകാലുകൾ എല്ലാം നല്ലതുപോലെ മയപ്പെടുത്തണം. ഇല്ലെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ചൂട് മാറിയിട്ടാണെങ്കിൽ അത് മടക്കാനും നിവർത്താനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാകും, വലിയ വിഷമമാകും. മൗത്തിന്റെ മയമാക്കുവാനിനി എണ്ണ വേണ്ടി വരുന്നതാ, അനുവാദം ഷെർവാനിയിൽ അതിനുള്ളതാ. ചില ആളുകൾക്ക് ഇനി കൈകാലുകളിൽ എണ്ണയിട്ടാ പെട്ടെന്ന് നിവർന്നു വരുമെന്നൊക്കെ അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഷെർവാനിൽ പറയുന്നുവെന്നാണ് ഇവിടെ പറയുന്നത്. മാറ്റേണ്ടതാണ് ധരിച്ചിരുന്നവയൊക്കെയും, മൂടേണ്ടതാ മറ്റൊന്നിനാൽ ജസദൊക്കെയും. കനവും തുണിക്കേറ്റം കുറഞ്ഞിരിക്കേണ്ടതാ, അവിയാതിരിക്കാൻ ഏറ്റവും ഉതകുന്നതാ. മരണപ്പെട്ട മനുഷ്യൻ അവൻ ഏത് വസ്ത്രമാണോ ധരിച്ചത് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റി പുതിയ ഒരു വസ്ത്രം, ഉള്ളതിൽ നല്ല ഒരു വസ്ത്രം, ഏറ്റവും നല്ല കട്ടി കുറഞ്ഞത് ആ മയ്യത്തിന്റെ പുറത്തിടണം. എന്തിനാ കട്ടി കുറഞ്ഞെന്ന് പറഞ്ഞത്? അത് മയ്യത്തിന് അത് മയ്യത്ത് അവിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മയ്യത്ത് വല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഓരോ ദിവസവും നമുക്കറിയാവുന്ന, നമുക്ക് നല്ലതുപോലെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് കടന്നു വരണം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു തആല സമാധാനവും സബറും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ وحبيبنا ومولانا محمد. اللهم أنت ولينا في الدنيا والآخرة، توفنا مسلما وألحقنا بالصالحين. اللهم يسر أسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا ونجنا من قوم الظالمين والحاسدين والنمامين والمغتابين والفتانين يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള വേദനകൾ, രോഗങ്ങൾ എല്ലാം നീ അകറ്റണേ അല്ലാഹ്. വേദനകളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, മനസ്സ് മുഴുവനും വേദനിക്കുന്ന, നീറുന്ന അങ്ങനത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകാരെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചവനെ, എന്ത് രോഗമാണോ, എന്ത് സങ്കടമാണോ, ആരെല്ലാം എന്തെല്ലാം രോഗത്തിന്റെ പിടിയില് വല്ലാതെ സങ്കടപ്പെടുന്നോ, അവരുടെയൊക്കെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. വെരിക്കോസ് പോലെ, അപസ്മാരം പോലെ, കൊളസ്ട്രോൾ പോലെ, അതുപോലെ പല രോഗങ്ങളുകൊണ്ട്, പല സങ്കടങ്ങളുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കരുണക്കടലേ, എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെയും നീ ഖായിബാക്കല്ല പടച്ചവനെ, ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും ഉപ്പമാര്, ഉമ്മമാര്, പ്രിയപ്പെട്ടവര് പലരും വിട പറഞ്ഞ് പച്ചമണ്ണില. അതുകൊണ്ട് അല്ലാഹ്, അവരുടെയൊക്കെ കബറിടങ്ങളെ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്.
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.